ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്കിലെ ഒതൻറ്റിക്കേഷൻ സിസ്റ്റം എങ്ങനെ സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പ്ലെയിൻ ജാങ്കോയിൽ നമുക്കറിയാം, നമ്മൾ യൂസർ നെയിമും പാസ്വേഡ് എടുക്കുന്നു, അതിനുശേഷം നമ്മൾ ലോഗിൻ എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്, ആ മെത്തേഡ് കോൾ ചെയ്യുന്നു. മെത്തേഡ് കോൾ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്താ പറയുക ലോഗിൻ ചെയ്യുന്നു. സക്സസ് ആണെങ്കിൽ, അതായത് നമ്മൾ കറക്റ്റായിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും കൊടുത്താൽ ലോഗിൻ ചെയ്യുന്നു. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ അത്രേ ഉള്ളൂ. ലോഗിൻ ചെയ്ത് നമുക്ക് വേണ്ട പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ പരിപാടികൾ. അപ്പോൾ പക്ഷെ നമ്മൾ ഇത്രേ അറിയുന്നുള്ളൂ, പക്ഷെ അതിന്റെ പിന്നിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുമെന്നൊന്നും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ആക്ച്വലി നടക്കുന്നത് ഇത്രേ ഉള്ളൂ. അതായത് ഡിഫോൾട്ട് ആയിട്ട് ലോഗിൻ ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മെത്തേഡിലേക്ക് നമ്മൾ യൂസർ നെയിം പാസ്വേഡും കൊടുക്കുന്ന സമയത്ത് അത് ഡാറ്റാബേസ് ചെക്ക് ചെയ്യും, കറക്റ്റ് ആണോ, ഇങ്ങനെ ഒരു അക്കൗണ്ട് എക്സിസ്റ്റഡ് ആണോ അല്ലയോ നോക്കും. നോക്കിയ ശേഷം ആ ഒരു എന്താ പറയുക അക്കൗണ്ട് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടോക്കൺ, ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു എന്താ പറയുക ആക്സസ് ടോക്കൺ ജനറേറ്റ് ചെയ്യും. ഏകദേശം നല്ലൊരു ലെങ്ത് ഉള്ള ഒരു ടോക്കൺ ജനറേറ്റ് ചെയ്യും. ആ ടോക്കൺ നമുക്ക് പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ ടോക്കണെ നമ്മുടെ ഫ്രണ്ട് എൻഡിൽ, നമ്മുടെ HTML പേജിൽ കുക്കി ആയിട്ട് സ്റ്റോർ ചെയ്യും. കുക്കി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കണം, അതായത് നമുക്കൊരു ഒരു എക്സ്പയറി ഡേറ്റ് കൊടുക്കും. ഇപ്പോൾ ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് എക്സ്പയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ദിവസം കഴിഞ്ഞ് വീണ്ടും നമ്മളോട് ലോഗിൻ ചെയ്യാൻ പറയുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. നമ്മളിപ്പോൾ ഒരു പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുക, അത് നമ്മൾ ലോഗിൻ ഒക്കെ ചെയ്തിട്ട് വർക്ക് ചെയ്യുകയാണ്. ലോഗിൻ ചെയ്താലേ കിട്ടുന്ന ചില പേജുകൾ ഉണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്ത് കുറേ കഴിയുമ്പോൾ, നമ്മൾ കുറച്ച് ദിവസം അല്ലെങ്കിൽ പിന്നെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും ഇതിനകത്ത്. ഓക്കെ, അപ്പോൾ അത് ആക്ച്വലി ഈ പറയുന്ന എന്താ പറയുക ഈ എക്സ്പയർ ആവുന്നതാണ്, ടോക്കൺ എക്സ്പയർ ആവുന്നതാണ്. പക്ഷേ ഈ നമ്മൾ ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്കിലേക്ക് നോക്കി ആ ഒരു മെത്തേഡ് ഇവിടെ നമുക്ക് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര പ്രാക്ടിക്കൽ. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ ചെയ്യാന്നാണ് ആദ്യമേ നോക്കുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യാനാണെങ്കിൽ പല ടൈപ്പ് ഒതന്റിക്കേഷൻ ഉണ്ട്. ബേസിക് ഒതന്റിക്കേഷൻ ഉണ്ട്, നമുക്ക് JWT ഒതന്റിക്കേഷൻ എന്ന് പറയും, സിമ്പിൾ JWT ഒതന്റിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ടോക്കൺ ഒതന്റിക്കേഷൻ, അങ്ങനെ പല ടൈപ്പ് ഒതന്റിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഡിജോസർ എന്ന് പറഞ്ഞിട്ട് വേറൊരു എക്സ്റ്റേണൽ ലൈബ്രറി ഒക്കെ ഉണ്ട്. അങ്ങനെ ഒതന്റിക്കേഷൻ ക്ലാസ് ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതാണ് സിമ്പിൾ JWT. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഒതന്റിക്കേഷൻ മെത്തേഡാണ് ചെയ്യുന്നത്. അത് ജസ്റ്റ് ചെയ്യുന്നത് എന്താ, ഒരു ടോക്കൺ ജനറേറ്റ് ചെയ്ത് നമുക്ക് തരുന്നു, നമുക്ക് അതിനെ യൂസ് ചെയ്ത് ലോഗിൻ ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുമ്പ് ചില കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യമുണ്ട്. നമ്മൾ ഓൾറെഡി ലോഗിൻ റിക്വയർഡ് എന്ന് പറഞ്ഞിട്ട് ജാങ്കോയിൽ പഠിച്ചിരുന്നു. അപ്പൊ അത് എന്താ ചെയ്യുന്നത്, ലോഗിൻ ചെയ്താൽ മാത്രമേ ആ പർട്ടിക്കുലർ എന്താ പറയുക URL നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ പല APIs നമുക്ക് ലോഗിൻ ചെയ്താൽ മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ക്ലാസ് ബേസ്ഡ് വ്യൂസിലേക്ക് വന്നു. ഇവിടെ നമ്മൾ ഓൾറെഡി 2 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, മോഡലും ക്ലാസ് സീരിയലൈസർ ക്ലാസ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറെ ഒരെണ്ണം കൂടി കൊടുക്കുകയാണ്, പെർമിഷൻ ക്ലാസ്സസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് അതൊരു ടപ്പിളായിട്ട് കൊടുക്കുകയാണ്. ടപ്പിളായിട്ട് കൊടുക്കുന്ന സമയത്ത് അതിന് മുമ്പ് വേറെ കാര്യം നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം. എനിക്ക് തോന്നുന്നത് ഫ്രം റെസ്റ്റ് ഫ്രെയിംവർക്ക് ഡോട്ട് പെർമിഷൻസ് ഇമ്പോർട്ട്. കുറേ ടൈപ്പ് പെർമിഷൻസ് ഇവിടെ ഉണ്ട്. അലോ എനി, ഇതൊക്കെ ആവശ്യമുണ്ട്. അലോ എനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് റിക്വസ്റ്റ് നമുക്ക് ആക്സസ് ചെയ്യാം, ലോഗിൻ ചെയ്യാൻ നിർബന്ധമൊന്നുമില്ല. ഈസ് അഡ്മിൻ യൂസർ, അതായത് അഡ്മിൻ ആണോ അല്ലയോ, അഡ്മിൻ ആണെങ്കിൽ മാത്രം ആക്സസ് ചെയ്യാം, അങ്ങനെ പലതും ഉണ്ട്. നമുക്ക് വേണ്ടത് ഈസ് ഒതന്റിക്കേറ്റഡ് ആണ്. അത് ഞാൻ ജസ്റ്റ് ഇവിടെ ഇമ്പോർട്ട് ചെയ്തു. വേണമെന്നുണ്ടെങ്കിൽ അലോ എനി നമുക്കവിടെ കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ വന്നിട്ട് കൊടുക്കുകയാണ് ഈസ് ഒതന്റിക്കേറ്റഡ് എന്ന് പറഞ്ഞ് കൊടുത്തു. ഇനി ഇവിടെ നമ്മുടെ സെർവർ ഇവിടെ റണ്ണിങ് ആണ്. നമ്മുടെ പോസ്റ്റ്മാൻ എടുക്കുന്നു. പോസ്റ്റ്മാൻ എടുത്ത് നമ്മുടെ ഹോം പേജ് ഒന്ന് നമുക്ക് റീലോഡ് ചെയ്ത് നോക്കാം എന്താണ് സംഭവിക്കുന്നത്. ഓക്കെ, എന്തൊരു എറർ കാണിക്കുന്നു നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു എറർ, ജസ്റ്റ് നിങ്ങൾ ആ എററും ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോ. ഇവിടെ നമ്മൾ പ്രിവ്യൂ നോക്കിക്കഴിഞ്ഞാൽ ബേസ് പെർമിഷൻ ക്ലാസ് ഈസ് നോട്ട് ഐറ്ററേറ്റബിൾ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അത് വേറെ ഒന്നുമല്ല, നമുക്കറിയാം ടപ്പിളായിട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മളിവിടെ മൾട്ടിപ്പിൾ ഒബ്ജക്ട്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കോമ കൂടി എക്സ്ട്രാ കൊടുക്കണം. കോമ കൊടുത്തു, ഞാൻ ഇവിടെ നോക്കുവാണ്, സെൻഡ് ചെയ്ത സമയത്ത് ഇവിടെ നോക്കിയാൽ അറിയാം, എന്താ പറയുക, ഒതന്റിക്കേഷൻ ക്രെഡൻഷ്യൽസ് വെയർ നോട്ട് പ്രൊവൈഡഡ്. ഒതന്റിക്കേഷൻ ക്രെഡൻഷ്യൽസ് ഒന്നും കൊടുത്തിട്ടില്ല, അതായത് ലോഗിൻ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ സെറ്റപ്പ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു സെർവർ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്ത് നമുക്കൊരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ ഓൾറെഡി നേരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് സംഭവം, പിപ്പ് ഇൻസ്റ്റാൾ ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്ക് _ SimpleJWT. അപ്പോൾ അതിൽ ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്ക് എന്നുള്ളത് സ്പേസ് ഇല്ലാതെ കൊടുക്കുക, അതിനുശേഷം ഒരു ഹൈഫൻ കൊടുത്തിട്ട് SimpleJWT എന്ന് പറഞ്ഞ് എൻ്റർ അടിക്കുക. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തതാണ്, അതുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ട റിക്വയർമെന്റ്സ് ഓൾറെഡി സാറ്റിസ്ഫൈഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മുടെ സെറ്റിംഗ്സിലേക്ക് വരിക. സെറ്റിംഗ്സിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സെറ്റപ്പ് ചെയ്യാനുണ്ട്. സെറ്റിംഗ്സിൽ നിങ്ങൾ ആദ്യമേ എന്താ പറയുക, നമ്മളിവിടെ താഴേക്ക് വരിക. എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സ്ഥലങ്ങളും, ഞാനിപ്പോൾ ഇവിടെ ഈ WSGI ആപ്ലിക്കേഷൻ്റെ താഴെ കൊടുക്കുകയാണ്. എന്താണ് കൊടുക്കേണ്ടത്, REST_ ഫ്രെയിംവർക്ക്. ഓക്കെ, അത് ഞാനിവിടെ ഓൾറെഡി കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് നോക്കാം. അതായത് ഈ പറയുന്ന കാര്യങ്ങൾ സെറ്റിംഗ്സ് നമ്മളിവിടെ കോപ്പി ചെയ്തു. ഓക്കെ, സെറ്റിംഗ്സ് ഞാനിവിടെ പേസ്റ്റ് ചെയ്യണം. സെറ്റിംഗ്സ് പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ പറയുന്ന ഈ ഫസ്റ്റ് ലൈൻ മാത്രമേ നമുക്ക് ആക്ച്വലി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം, അതായിരിക്കും നല്ലത്.
ഓക്കെ, ഇത്രയും ലൈനാണ് ആക്ച്വലി നമ്മുടെ JWTക്ക് വേണ്ട കാര്യങ്ങൾ. അതായത് റെസ്റ്റ് ഫ്രെയിംവർക്ക് ഒതന്റിക്കേഷൻ ഒക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എന്താ പറയുക ആ ഒരു ഇത്. ഓക്കെ, ഡിഫോൾട്ട് ഒതന്റിക്കേഷൻ ക്ലാസ് എന്ന് പറഞ്ഞ റെസ്റ്റ് ഫ്രെയിംവർക്ക് _SimpleJWT authentication.jwt authentication എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ കൊടുത്തു. ഇപ്പൊ ഈ ഒരു കോൺഫിഗറേഷൻ ഇവിടെ കൊടുക്കുക. അതിനുശേഷം നമുക്ക് SimpleJWTക്ക് മാത്രം, അതായത് ആ ആക്സസ് ടോക്കൺ ജനറേറ്റ് ചെയ്യാൻ വേണ്ട കുറച്ച് കോൺഫിഗറേഷൻസും കൂടി ഉണ്ട്. അത് ഞാനിവിടെ കോപ്പി ചെയ്തിട്ട് ഞാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ ഇത് കൊടുത്തിട്ട് എൻ്റെ ലിങ്ക് ഞാനിവിടെ താഴെ കൊടുത്തിരിക്കാം. അപ്പോൾ ഈ സംഭവം ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. ആക്ച്വലി കുറേ ഉണ്ട് കോൺഫിഗറേഷൻ സെറ്റപ്പ്. അതായത് വളരെ ബേസിക് ആയിട്ട് നമുക്ക് ഇത്രയും മതി. അതുകൊണ്ടാണ് നമ്മളിവിടെ കൊടുത്തത്. ഇവിടെ ഒരു എറർ കാണിക്കുന്നുണ്ട്, ടൈം ഡെൽറ്റ. ഓക്കെ, നമുക്കത് ഇമ്പോർട്ട് ചെയ്യാം. ഇവിടെ വരുന്നു ഫ്രം ഡേറ്റ് ടൈം ഇമ്പോർട്ട് ടൈം ഡെൽറ്റ. ഓക്കെ, ടൈം ഡെൽറ്റ ഞാൻ അവിടെ ഇമ്പോർട്ട് ചെയ്തു. ആ ഇഷ്യൂ അവിടെ സോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സെറ്റിംഗ്സിലെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മുടെ പ്രൊജക്റ്റിനകത്ത് URLസിലേക്ക് വരിക. പ്രൊജക്റ്റിനകത്ത് URLs വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് കുറച്ച് കാര്യം സെറ്റപ്പ് ചെയ്യാം. അതിന് വേണ്ടി നമ്മുടെ ഒഫീഷ്യൽ ഡോക്യുമെന്റേഷനിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ഓക്കെ നമ്മൾ ഇപ്പോൾ ഫോളോ ചെയ്ത സ്റ്റെപ്സ് എല്ലാം തന്നെ ഇവിടെ ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് വായിച്ച് നോക്കുക. ഈ സംഭവങ്ങൾ ഇതാണ് നമ്മളിവിടെ ജസ്റ്റ് കോപ്പി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ പറയുന്ന ഇവിടെ ഓക്കെ, ഈ റെസ്റ്റ് ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഇവിടുന്ന് കോപ്പി ചെയ്യും. ഇവിടുന്ന് കോപ്പി ചെയ്യുന്നത് ഇവിടെ കുറച്ച് ഡോട്ട്സും കാര്യങ്ങളുണ്ട്. ആ ഡോട്ട്സ് ഒക്കെ റിമൂവ് ചെയ്യുക. ഡോട്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് വേറെ എക്സ്ട്രാ വല്ലതും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാന്നുള്ളതാണുള്ളൂ. പിന്നെ നമ്മുടെ പ്രൊജക്റ്റിനുള്ളിലുള്ള മെയിൻ പ്രൊജക്റ്റിലെ URLസിൽ ഈ ഒരു സംഭവം കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം. ഞാനിവിടെ വന്നു ജസ്റ്റ് പേസ്റ്റ് ചെയ്തു. അതായത് നമ്മൾ സാധാരണ വ്യൂ എഴുതുന്ന പോലെ SimpleJWT എന്ന് പറഞ്ഞ പാക്കേജ് കുറച്ച് വ്യൂസ് ചെയ്തിട്ടുണ്ട്. കുറച്ചെന്ന് പറയുമ്പോൾ ഈ രണ്ടെണ്ണം മാത്രമല്ല, വേറെ ഉണ്ട് ഒരുപാട്. പക്ഷെ നമുക്ക് ബേസിക് ആയിട്ട് ആവശ്യമുള്ളത് രണ്ടും ആയതുകൊണ്ട് ഇത് രണ്ടും നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. നമ്മൾ സാധാരണ എന്താ പറയുക, ഒരു URLസിൽ വ്യൂസ് ഇമ്പോർട്ട് ചെയ്തിട്ട് അതിവിടെ ആഡ് ചെയ്യില്ല, അതേപോലെ തന്നെ. അതിനുശേഷം നമുക്ക് നമ്മളിവിടെ ഡോക്യുമെന്റേഷനിൽ വീണ്ടും വന്നു കഴിഞ്ഞാൽ രണ്ട് പാത്ത് ആഡ് ചെയ്യാനുണ്ട്. അതായത് ലോഗിൻ ചെയ്യാനുള്ളതും റിഫ്രഷ് ടോക്കണും കൊടുക്കാനുള്ളത്. ജസ്റ്റ് ഇവിടെ കോം കൊടുക്കുക. ഞാനിവിടെ പേസ്റ്റ് ചെയ്തു. അപ്പോൾ ഈ സംഭവം നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് മാറ്റാം. ഈ API/token അവർ ഡിഫോൾട്ടായിട്ട് തരുന്നത് വേണമെന്നുണ്ട് API/loginന്നോ അങ്ങനെ വല്ലതും വേണമെങ്കിൽ കൊടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം കൊടുക്കാം. പക്ഷേ ഈ സംഭവം മാറ്റരുത്, ഈ കറക്റ്റായിട്ട് കൊടുക്കാമെന്ന് മാത്രമേ. ഈ രണ്ട് സംഭവങ്ങളും കറക്റ്റായിട്ട് ഇതുപോലെ കൊടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ കൊടുത്തു. നമുക്കൊന്ന് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നും കൂടി നോക്കാം. ഓക്കെ, ഓൾമോസ്റ്റ് ഡൺ. നമുക്കൊന്ന് സെർവർ റൺ ചെയ്യാം. സെർവർ റൺ ചെയ്യാൻ ഓക്കെ, സെർവർ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ പോസ്റ്റ്മാനിലേക്ക് വരാം. പോസ്റ്റ്മാനിൽ വന്നിട്ട് പുതിയൊരു ഇത് എടുക്കുന്നു. അതിനുശേഷം നമ്മളിവിടെ URL കൊടുക്കുന്നു. ഓക്കെ, URL സ്ലാഷ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്താണ് API. ഓക്കെ, API/token എന്നാണ് നമ്മുടെ API. അപ്പോൾ നമുക്കത് കൊടുക്കാം. API/token. അത് കഴിഞ്ഞിട്ട് സ്ലാഷും കൂടി ഉണ്ട്. സ്ലാഷ് കൊടുത്തു. ഞാനിവിടെ സെൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഗെറ്റ് മെത്തേഡ് നോട്ടല്ലോ. ഓക്കെ, ഗെറ്റ് അല്ല, പോസ്റ്റ് മെത്തേഡ് കൊടുക്കണം. നമുക്കറിയാം ലോഗിനൊക്കെ പോസ്റ്റാണ്. സെൻഡ് കൊടുക്കും. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. യൂസർ നെയിം ഫീൽഡ് റിക്വയർഡ്, പാസ്വേഡ് റിക്വയർഡ്. അതായത് രണ്ട് വാലിഡേഷനറാണ്. കാര്യം നമ്മൾ കൊടുത്തിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഈ ഒരു URLനെ വിളിച്ചിട്ട് കോൾ ചെയ്തോളൂ. നമ്മൾ ബോഡിയിലേക്ക് വരാം. ബോഡിയിലേക്ക് ഇവിടെ ഫോം ഡേറ്റ എന്ന് പറഞ്ഞ ഓപ്ഷൻ, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവിടെ നമ്മൾ ഈ പറയുന്ന സംഭവം കൊടുക്കുക. യൂസർ നെയിം എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മുടെ യൂസർ നെയിം തന്നെ അഡ്മിൻ അക്കൗണ്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അഡ്മിൻ എന്നാണ് യൂസർ നെയിം. പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് കൊടുത്തു. പാസ്വേഡ് നമുക്കിപ്പോൾ ആക്ച്വലി എൻ്റെ പാസ്വേഡ് എന്ന് പറയുമ്പോൾ admin123 ആണ്. നമുക്ക് ജസ്റ്റ് അഡ്മിൻ മാത്രം കൊടുക്കാം. എന്താണ് വരുന്നത്, കറക്റ്റായിട്ട് കൊടുത്തില്ലെങ്കിൽ ലോഗിൻ ആവുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് ചെക്ക് ചെയ്യാം. അതിനുവേണ്ടി ഇവിടെ അഡ്മിൻ കൊടുത്ത് ഞാൻ സെൻഡ് കൊടുത്തു. സെൻഡ് കൊടുക്കുന്ന സമയത്ത് നോ ആക്റ്റീവ് അക്കൗണ്ട് ഫൗണ്ട് വിത്ത് ദിസ് ഗിവൻ ക്രെഡൻഷ്യൽസ്. അതായത് അങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ല എന്നാണ് കാണിക്കുന്നത്. അതായത് ഇൻവാലിഡ് ക്രെഡൻഷ്യൽസ്, അത്ര ഉത്തരം ഉദ്ദേശിക്കുന്നു. ഞാൻ കറക്റ്റ് ആയിട്ടുള്ളത് കൊടുത്തു, സെൻഡ് കൊടുത്തു. സെൻഡ് കൊടുക്കുന്ന സമയത്ത് അറിയാം ഇവിടെ ആക്സസ് ടോക്കണും റിഫ്രഷ് ടോക്കണും ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ആക്സസ് ടോക്കൺ ആണ്, റിഫ്രഷ് ടോക്കൺ അല്ല, ആക്സസ് ടോക്കൺ ജസ്റ്റ് ഇവിടുന്ന് കോപ്പി ചെയ്യുക. ഓക്കെ, ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്ത് നമുക്കറിയാം നേരത്തെ നമ്മുടെ ഇൻഡെക്സ് പേജ് വന്നപ്പോൾ നമുക്കറിയാം ക്രെഡൻഷ്യൽസ് നോട്ട് പ്രൊവൈഡ്. വേണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് നോക്കാം. ഓക്കെ, നോട്ട് പ്രൊവൈഡ് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യണേ, ഓതറൈസേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഹെഡേഴ്സ് അല്ല, ഓതറൈസേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് വരിക. അപ്പോൾ ഇവിടെ ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഓൾറെഡി കാണിക്കുന്നുണ്ട്. അത് മാറ്റിയിട്ട് ബെയറർ ടോക്കൺ എന്നാക്കുക. ബെയറർ ടോക്കൺ എന്ന് ഉദ്ദേശിക്കുന്നത് പലതരം ടോക്കൺസ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ സെറ്റിംഗ്സ് നോക്കി അറിയാം. ഇവിടെ സെറ്റിംഗ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ നോക്കി അറിയാം ഓത്ത് ഹെഡർ ടൈപ്സ് എന്ന് പറഞ്ഞിട്ട് ബെയറർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബെയറർ ടൈപ്പ് ടോക്കൺസ് കൊടുക്കുന്നത്. ബെയറർ എന്ന് പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ ഇവിടെ ഞാൻ പുതിയതായിട്ട് നമ്മളിപ്പോൾ ഉള്ള ആ ഒരു ടോക്കൺ ഇവിടെ കൊടുത്തു. എന്നിട്ട് ഇവിടെ നോക്കാം, നമുക്കൊന്ന് ഇനിയൊന്ന് ലോഗിൻ ചെയ്ത് നോക്കാം. ഇനി ആ റിക്വസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്ത് നോക്കാം. റിക്വസ്റ്റ് സെൻഡ് ചെയ്ത് നമുക്ക് ആ വേണ്ട ഡേറ്റയും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ വേറെ കാര്യം, നമ്മളിവിടെ ഈ ടോക്കണിൽ കുറച്ച് വ്യത്യാസമില്ല. ഞാൻ കുറച്ച് ലെറ്റേഴ്സ് ഒക്കെ ഇങ്ങനെ ഡിലീറ്റ് ആക്കി. അതായത് ഇൻവാലിഡ് ടോക്കൺ കൊടുത്തു, സെൻഡ് ചെയ്യാൻ നോക്കുവാണ്. അപ്പോൾ നോക്കുമ്പോൾ പറയും ഗിവൺ ടോക്കൺ ഇസ് നോട്ട് വാലിഡ് ഓഫ് എനി ടൈപ്പ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്.
അതായത് മേ ബി ഒരു ഇൻവാലിഡ് ടോക്കൺ ആയിരിക്കാം, അല്ലെങ്കിൽ അത് എക്സ്പയർഡ് ആയതായിരിക്കും. നമ്മൾ പറഞ്ഞല്ലോ അതിന്റെ ലിമിറ്റ് ഉണ്ട്, കുറെ കഴിഞ്ഞ് നമ്മൾ ജാങ്കോയിലാണെങ്കിലും വീണ്ടും എന്താ പറയുക ലോഗിൻ ചെയ്യാൻ നമ്മളോട് പറയുന്നത്. അതുപോലെ തന്നെ എക്സ്പയർഡ് ആയിട്ടുള്ള ടോക്കൺ ആണെങ്കിലും ഇതേ എററാണ് കാണിക്കുക. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു എറർ കാണിച്ചു കഴിഞ്ഞാൽ, കണ്ടു കഴിഞ്ഞാൽ ബേസിക്കലി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് ലോഗിൻ ചെയ്യുക. ഇവിടെ നമ്മുടെ API ടോക്കണിൽ ഒന്നുകൂടി ഒന്ന് ലോഗിൻ ചെയ്തു. ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു ടോക്കൺ കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ആക്സസ് ടോക്കൺ വീണ്ടും ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്യുകയാണ്. കോപ്പി ചെയ്തു. കോപ്പി ചെയ്തിട്ട് നമ്മുടെ ഇൻഡെക്സിൽ വന്നു, ഇവിടെ ഹെഡേഴ്സിൽ വന്നു, ഇവിടെ പേസ്റ്റ് ചെയ്തു, സെൻഡ് കൊടുത്തു. ഓക്കെ, നമുക്ക് ആ ഡേറ്റ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെല്ലാ തവണയും നമ്മൾ മാനുവലായിട്ട് ഇങ്ങനെ പാസ് ചെയ്യണോ? ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു ഫ്രണ്ട് ആൻഡ് ഫ്രെയിംവർക്ക് ആണ്. വെബ്സൈറ്റ് ആണെങ്കിലും ഈ പറയുന്ന ആപ്ലിക്കേഷൻ ആണെങ്കിലും നമുക്കൊരു ഫ്രണ്ട് ആൻഡ് ഫ്രെയിംവർക്ക് ആണ്. അപ്പോൾ ആ ഫ്രണ്ട് ആൻഡ് ഫ്രെയിംവർക്ക് നമ്മൾ ഈ ആക്ച്വലി ലോഗിൻ ചെയ്ത് കിട്ടുന്ന ഈ എന്താ പറയുക ഈ ടോക്കൺ നമ്മൾ പാസ് ചെയ്യണം. ആ പാസ് ചെയ്ത് ആ ടോക്കൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അവിടെ കുക്കി ആയിട്ട് വല്ലതും സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, ഫ്രണ്ട് എൻഡിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഓരോ തവണ നമ്മുടെ റിക്വസ്റ്റ് പാസ് ചെയ്യുന്ന സമയത്തും ഈ പറയുന്ന എന്താ പറയുക ഈ ടോക്കണും കൂടി അതിൻ്റെ ഒപ്പം തന്നെ പാസ് ചെയ്ത് കൊടുക്കും. എങ്കിൽ മാത്രമേ വർക്ക് ചെയ്യൂ. കാര്യം നമ്മളിപ്പോൾ ഇവിടെ ടൈപ്പ് സെറ്റ് ചെയ്ത പോലെ ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് റിക്വസ്റ്റ് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മളായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഇപ്പോൾ നമ്മൾ ഒതന്റിക്കേഷൻ്റെ കാര്യങ്ങളെല്ലാം ആക്ച്വലി നോക്കി. പലതരം ഒതന്റിക്കേഷൻ ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്കിയും കൂടി ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഡോക്യുമെന്റേഷൻ വായിച്ചു നോക്കാം. നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതും അത്യാവശ്യം പോപ്പുലർ ആയിട്ട് തന്നെ യൂസ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു ആയിട്ടുള്ള ഒരു SimpleJWT എന്ന് പറഞ്ഞ ഒതന്റിക്കേഷൻ സിസ്റ്റമാണ് നമ്മളിവിടെ നോക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമ്മുടെ request.method വർക്ക് ചെയ്യില്ലേ നമ്മൾ നോക്കിയില്ല. അപ്പോൾ ഇവിടെ ഞാൻ request.method എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ യൂസർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ, യൂസർ എന്ന് പറഞ്ഞു കൊടുത്തു. ഞാനിവിടെ നമ്മുടെ URL ഒന്നുകൂടി ഒന്ന് കോൾ ചെയ്യാണ്. കോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ കറക്റ്റായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നോക്കാം. ഓക്കെ, യൂസർ അഡ്മിൻ എന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനർത്ഥം നമുക്ക് ഈ request.user, അതായത് നമ്മൾ നേരത്തെ ലോഗിന് യൂസ് ചെയ്ത സംഭവം നമുക്കിവിടെ യൂസ് ചെയ്യാം. ഓട്ടോമാറ്റിക്കലി ആ ഒരു ഹെഡർ പാസ് ആവുന്നതുകൊണ്ട് തന്നെ നമുക്ക് request.user എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡാറ്റ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.